സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കേരളം ഈ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്ത കേസാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദം. ഒടുവിൽ നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മരണകാരണമായേക്കാവുന്ന മുറിവുകളൊന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ലിവർ സിറോസിസും വൃക്കകളുടെ തകരാറും അടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സമാധി സ്ഥലം ഉപജീവനത്തിന് ഉപയോഗിക്കില്ല എന്ന് വ്യക്തമാക്കി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി, ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പണ്ടെങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം, നമ്മുടെ നിത്യോപജീവനമാവും. അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഒരു മാറ്റമില്ല, അധ്വാനിച്ച് തന്നെ ജീവിക്കും. ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ഈ ഒരു ട്രസ്റ്റിനെ ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരാവകാശങ്ങളില്ല. ക്ഷേത്രനെ വിൽക്കാൻ പറ്റത്തില്ല. ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്ത് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതങ്ങനെ തന്നെ ഭക്തിമാർഗത്തിൽ പോകാൻ തന്നെ താല്പര്യം. അല്ലാതെ ഭഗവാന്റെ പണം എടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുടുംബത്തിന്. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പറയാനുണ്ടോ? ഭഗവാൻ തന്ന ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുടിച്ചിട്ടില്ല. കാരണം ഈ ക്ഷേത്ര നടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല. സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നെങ്കിലും എനിക്ക് എന്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എന്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. അപ്പൊ ഒരുപാട് സമാധി സ്ഥലത്ത് അവര് പോയിട്ടുണ്ട്, എന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. മരുത്തോമലയിൽ ഞാൻ 2 പ്രാവശ്യം അവിടുത്തെ ഗുഹയില് അവിടെ ഞാൻ അതിനകത്ത് ശിവലിംഗം ഇരിക്കുന്നിടത്ത് പോയി ധ്യാനം എന്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എന്റെ ഭർത്താവായിട്ട് എന്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ച് പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെ ഇനിയും മേളിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ നാടും ഈ ലോകം ഭഗവാന്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തിൽ ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്നും വിശ്വാസം കൊണ്ട് ഞാൻ ഭഗവാനുമായിട്ട് ഓം നമഃശിവായ. അതേസമയം സമാധി സ്ഥലം തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഏറെ വിവാദമുണർത്തിയൊരു കേസാണ് ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളൊക്കെ. ഏറ്റവും ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മറ്റു രീതിയിലുള്ള ഒരു പരിക്കോ ചതവോ മരണകാരണമായേക്കാവുന്ന മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്, ഒരു ദുരൂഹതകളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായി ഈ കേസിൽ ദുരൂഹത നീങ്ങിയിട്ടുണ്ടോ? അതായത് ഈ പ്രാഥമികമായി നടത്തിയ മൃതദേഹം പുറത്തെടുത്ത് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി, അതായത് ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു ഒരു വ്യക്തത ഉണ്ടാകാനുണ്ടായിരുന്നത്. അതായത് ഈ ഗോപൻ സ്വാമിയുടെ വായ്ക്കുള്ളിൽ ശ്വാസകോശത്തിനും മറ്റും ഭസ്മത്തിൻ്റെ അംശങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായി ശരീരത്തിനുള്ളിൽ എത്തിയതാണോ എന്നതായിരുന്നു ഒരു സംശയമായി അവശേഷിച്ചിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ ആ കാര്യത്തിലും വ്യക്തതയുണ്ടായിരിക്കുന്നു. മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ ഈ ഭസ്മം വായിലുണ്ടായിരുന്നതോ ശ്വാസകോശത്തിലുണ്ടായിരുന്നതോ ഒന്നും മരണത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നത്. അതോടൊപ്പം ലിവർ സിറോസിസ് ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഗോപൻ സ്വാമിക്ക് ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാലിൽ അൾസർ ഉണ്ടായിരുന്നു, മറ്റ് ചില ശാരീരികമായ അസ്വസ്ഥതകൾ, വൃക്കയ്ക്ക് സിസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നെയ്യാറ്റിൻകര ഗോപനെ അലട്ടിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. അതോടൊപ്പം ശരീരത്തിൽ 4 ചതവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ എടുത്ത് പറയുന്നുണ്ട്. അത് ചെവിക്ക് പുറകിലും മറ്റുമായിട്ടാണ് ഈ ചതവുകൾ. ഒരുപക്ഷെ അത് ഈ സമാധി സ്ഥലത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ സമാധി സ്ഥലം പണിയുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ നിർമ്മാണത്തിനിടെ മറ്റോ സംഭവിച്ചതാണോ എന്ന് വ്യക്തതയില്ല. അതുമാത്രമാണ് ഒരു ചതവുകളോ മുറിവുകളോ ആയി ദേഹത്ത് ബാക്കിയുണ്ടായിരുന്നത്. അത് പക്ഷേ മരണത്തിലേക്ക് നയിച്ച തരത്തിലുള്ള മുറിവുകളല്ല എന്നും കൃത്യമായി തന്നെ അവിടെ പരാമർശിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യത്തിൽ മാത്രമാണ് വ്യക്തത വരാനുള്ളത്. കുടുംബം ഇപ്പോഴും അവകാശപ്പെടുന്നത് അദ്ദേഹം അവിടെ ഇരുന്ന് സമാധിയാകുകയായിരുന്നു എന്നാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളും
ഭാര്യയും അടക്കം മാധ്യമങ്ങളോട് പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയത് അദ്ദേഹം അവിടെ ഇരുന്ന് സമാധിയാകുകയായിരുന്നു എന്നാണ്. അവിടെ മാത്രമാണ് ഒരു വ്യക്തത കൈവരാനുള്ളത്. അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നുവെന്ന് നാട്ടുകാരിൽ ഒരു വിഭാഗം പറയുന്നു. അദ്ദേഹത്തെ പുറത്തേക്ക് കാണാറില്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ വീട്ടിൽ നിന്ന് ഏതാണ്ട് 50 മീറ്ററോളം മാറി ഈ ക്ഷേത്രത്തോട് സമീപത്ത് ഉള്ള ഈ കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഈ വന്ന് ഇരുന്ന് എങ്ങനെ സമാധിയായി എന്നതിലാണ് ഒരു സംശയം നിലനിൽക്കുന്നത്. അതിലൊരു വ്യക്തത കൈവരാനുണ്ട്. അത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ട് അത് പുറത്ത് വരില്ല, ആ വിവരങ്ങളൊരു വ്യക്തത വരില്ല എന്ന് ആദ്യം തന്നെ ഫോറൻസിക് സർജന്മാരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ വ്യക്തമാക്കിയതാണ്. അതോടൊപ്പം ആന്തരിക അവയവങ്ങളുടെ ഒരു പരിശോധന കൂടി പുറത്തു വരാനുണ്ട്. ഈ രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം എന്തെന്ന് വ്യക്തമാകാൻ കഴിയുള്ളൂ. അതുവരെയും ഈ ഒരു സംശയം നിലനിൽക്കുന്നുണ്ടല്ലോ. എന്തായിരിക്കും അങ്ങനെ ഒരു സംശയം പോലീസിനുണ്ടോ? കാരണം ഇപ്പോഴും ഒരു ദുരൂഹത പോലീസ് ഈ കേസിൽ സംശയിക്കുന്നുണ്ടോ? അതായത് മറ്റ് വശങ്ങളെല്ലാം പരിശോധിച്ച് ഈ കുടുംബാംഗങ്ങളെ അടക്കം വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരുന്നു, അവിടെ നിന്ന് മൊഴിയെടുത്തതിന് ശേഷമായിരുന്നു ഈ സമാധി സ്ഥലം പൊളിച്ച് പരിശോധിച്ചത്. പ്രാഥമികമായി ഈ വീടിനോട് സമീപത്ത് വെച്ച് തന്നെ മൃതദേഹം പുറത്തെടുത്ത് നടത്തിയ പരിശോധനയിൽ തന്നെ അവിടെ മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല എന്ന കാര്യം വ്യക്തമായതായിരുന്നു. അവിടെ നിന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഈ മൃതദേഹം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെയും ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ, ഫോറൻസിക് സർജന്മാർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരിശോധന നടത്തിയതിനു ശേഷം ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. സംശയകരമായി അവശേഷിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, അത് ഭസ്മത്തിന്റെ അംശം വായിലും ശ്വാസകോശത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. അതാണോ ിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. മറ്റു തരത്തിൽ ഒരു അവ്യക്തതകളുമില്ല, മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ അവിടെ എടുത്തു പറയുന്നു, ആ വായ്ക്കുള്ളിലും ശ്വാസകോശത്തിലും ഭസ്മം ഉണ്ടായിരുന്നത് മരണകാരണമായി വ്യാഖ്യാനിക്കാനാവില്ല. അവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് ആ കാര്യം എടുത്തു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം വളരെ നാച്ചുറലായി സംഭവിച്ച മരണമാണ്. പക്ഷേ ഈ കുടുംബം അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം ആ സ്ഥലത്ത് വന്ന് ഇരുന്ന് സമാധിയായതാണോ എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തത കൈവരുകയില്ല. അതിന് വിശദമായ ആ കുടുംബാംഗങ്ങളിൽ നിന്നടക്കം കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായി വരും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പരാതി ഉന്നയിച്ചവരടക്കം വ്യക്തമാക്കിയത് മരണത്തിൽ അസ്വാഭാവികത ഉണ്ടായെന്നായിരുന്നു. പക്ഷേ ഇതിനോടകം നടത്തിയ പരിശോധനകളിലൊന്നും മരണത്തിൽ അസ്വാഭാവികതകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു കണ്ടെത്തലുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടെ പുറത്തു വരുമ്പോൾ ഈ ഭസ്മം ഈ ശ്വാസകോശത്തിൽ കണ്ടെത്തിയത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണത കൈവരും. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്ന് ഇപ്പോൾ ഈ സമാധി സ്ഥലം പണിതിരിക്കുന്ന സ്ഥലത്ത് അവിടെ ചെന്നിരുന്ന് സമാധിയായതാണോ മരണപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ അത് വിശദമായി ആ കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ചോദിച്ചറിയേണ്ടതായി വരും. പക്ഷേ പല ആളുകളും അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനയിൽപ്പെട്ടവർ, വിശ്വാസികൾ ഇത് എന്താണ് വിശ്വസിക്കുന്നത്? അങ്ങനെ ഒരു അദ്ദേഹം അവിടെ ചെന്ന് സമാധിയായി എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അതോടൊപ്പം അറിയേണ്ടത്, ഈ സമാധി സ്ഥലത്ത് ഇപ്പോഴും അവിടെ നിരവധി ആളുകൾ തീർത്ഥാടന കേന്ദ്രമായി മാറ്റുമെന്ന് ഹൈന്ദവ സംഘടനകൾ പറയുന്നു. അവിടെ ഇപ്പോഴും ഈ ഒരു ഭക്തരുടെ അല്ലെങ്കിൽ ഈ സമാധി സ്ഥലം കാണാൻ വരുന്നവരുടെ ഒരു ഒഴുക്ക് ഇപ്പോഴും അവിടെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതായത് ഈ ഹൈന്ദവ സംഘടനകൾ തുടക്കം മുതൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മൃതദേഹം പുറത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ അതിനെതിരെ എതിർപ്പുമായി നിരവധി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഇന്നും അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ മാധ്യമങ്ങളെ ഈ കുടുംബാംഗങ്ങൾ കാണുന്ന സമയത്ത് അവർ പറയുന്നത്, അവർ പറഞ്ഞതിനപ്പുറം ഒരു കണ്ടെത്തലുകളും പോസ്റ്റ്മോർട്ടത്തിലടക്കം ഉണ്ടായിട്ടില്ല. ഇതൊരു ദുഷ്പ്രചാരണമായിരുന്നു. ആ കുടുംബത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു നീക്കമാണിത്. അതിന് പിന്നിൽ സംഘടിതമായ ചില നീക്കങ്ങൾ ഉണ്ട് എന്ന തരത്തിലാണ് ഈ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അവരുടെ നിലവിലത്തെ ആവശ്യം അതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ്. അതായത് ഈ സമാധി സ്ഥലത്തിന് മുകളിൽ 41 ദിവസത്തിന് ശേഷം ഒരുപക്ഷെ ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ കൂടി നടത്താനുള്ള ഒരുക്കമാണ് അവർ നടത്തുന്നത്. കുടുംബത്തിന് പിന്തുണയുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നമുക്ക് ആ കുടുംബാംഗങ്ങൾ നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അവർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു പശുവിനെ വിറ്റിട്ടാണ് ശിവലിംഗത്തിന് പണം നൽകിയിരിക്കുന്നതെന്ന് ആ വാർത്ത കണ്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ കുടുംബത്തിന് ഉപജീവന മാർഗത്തിന് വേണ്ടി 2 പശുക്കളെ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നാണ് അവർ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
അതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഈ സമാധി ഇരുന്നതാണോ അതോ മരണപ്പെട്ട ശേഷം അദ്ദേഹത്തെ അവിടെ കൊണ്ട് ഇരുത്തിയതാണോ, ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരണമെന്ന് ആവശ്യമായി വേറൊരു വിഭാഗം മറുവശത്തുണ്ട്. പക്ഷേ കോസ് ഓഫ് ഡെത്ത് അന്വേഷിക്കുക മാത്രമാണ് തങ്ങളുടെ നടപടി, അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കില്ല എന്ന നിലപാടിലാണ് പോലീസും ജില്ലാ ഭരണകൂടവും ഇപ്പോഴുള്ളത്. യെസ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.